പ്രാർത്ഥനയോടെ അല്പനിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 9-10 വാക്യങ്ങളും 14-15 വാക്യങ്ങളും വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 2 verses 9 and 10 and also verses 14 and 15. ആമേൻ. ആ 2 വാക്യങ്ങൾ 4 വാക്യങ്ങൾ ആമേൻ പ്രാരംഭ സമയത്ത് നമുക്ക് വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ സഭയായി നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് ഈ വചനത്തിലൂടെ നമ്മൾ നോക്കുവാനായി തുടങ്ങുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് ഇന്ന് പകൽ ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ ആമേൻ സ്വാഗതം ചെയ്യുകയാണ്. ചില മാസങ്ങളായി ആമേൻ ക്രൂശിലെ കൈമാറ്റം, ദ എക്സ്ചേഞ്ച് അറ്റ് ദ ക്രോസ് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വരികയായിരുന്നു. അതിൻ്റെ 2 പാർട്ടുകൾ ഞാൻ 2 മാസങ്ങളായി സംസാരിച്ചു. ഇന്ന് ഞാൻ അതിൻ്റെ 3-ാം ഭാഗത്തേക്ക് വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നടന്ന കൈമാറ്റങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത് ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങൾ ആമേൻ പറഞ്ഞിട്ട് വായിച്ച വചനത്തിലേക്ക് വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു, പകരം നമുക്ക് ക്ഷമ തന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ രോഗം ഏറ്റെടുത്തു, പകരം സൗഖ്യം നമുക്ക് തന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപം ഏറ്റെടുത്തു, പകരം ദൈവം തന്റെ നീതി നമുക്ക് തന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ തിരസ്കരണം, റിജക്ഷൻ ഏറ്റെടുത്തു, പകരം അക്സെപ്റ്റൻസ്, സ്വീകരണം നമുക്ക് തന്നു. ഇത്രയുമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ആമേൻ നിങ്ങളുമായിട്ട് പങ്കിട്ടത്. ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരണം അനുഭവിച്ച് ആമേൻ ആ മരണത്താൽ നമുക്ക് പകരം ജീവൻ തന്നു എന്നുള്ളതാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായി തുടങ്ങുന്നത്. ജീസസ് tasted death for us on the cross of Calvary so that we might share his life. ആമേൻ. യേശു കർത്താവ് ക്രൂശിൽ മരണം അനുഭവിച്ച് ആ മരണത്താൽ നമുക്ക് ജീവൻ നൽകുവാൻ ഇടയായി തീർന്നു. മനുഷ്യനെ എന്നും ഭയപ്പെടുത്തിയ പദങ്ങളിൽ ഒന്ന് മരണം എന്ന പദമാണ്. മരണം എന്ന പദമാണ്. നമ്മളൊക്കെ ആമേൻ നന്നായിരിക്കുമ്പോൾ, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആമേൻ പറയാറുണ്ട്, മനുഷ്യരെല്ലാവരും മരിക്കും, മനുഷ്യന് മരണമുണ്ട്, ഈ ജീവിതം താത്കാലികമാണ് എന്നൊക്കെ പറയുമ്പോഴും ആമേൻ ഏറ്റവും അധികം മനുഷ്യൻ ഭയപ്പെടുന്ന പദങ്ങളിൽ ഒന്ന് മരണം എന്നുള്ള പദം തന്നെയാണ്. ആമേൻ. ഈ ലോകത്തിൽ എല്ലാവിധമായ ട്രീറ്റ്മെന്റുകൾ, എല്ലാവിധമായ ആധുനിക സജ്ജീകരണങ്ങൾ ആമേൻ എല്ലാം ഉള്ളപ്പോൾ തന്നെ ഇന്നുവരെയും മനുഷ്യന് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് മരണം തന്നെയാണ്. ഒരുപക്ഷെ ജീവനെ കുറെ നാളത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ മനുഷ്യർക്കെല്ലാം കഴിയും എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ ആത്യന്തികമായി അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ ഉലകത്തിൽ ഒരു മനുഷ്യർക്കും കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ മരണം എന്ന വിഷയത്തെ മറ്റൊരു ആംഗിളിൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കും.
സഹായിക്കുമാറാകട്ടെ. 2 പദങ്ങളാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മരണം എന്ന പദവും, 2 ആ മരണത്തിന്റെ വിപരീത പദമായ ജീവൻ എന്നുള്ള പദവുമാണ്. മരണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല ദൈവവചനത്തിന്റെ സന്ദേശം. മരണത്തിന് ഓപ്പോസിറ്റായ, മരണത്തെ ജയിക്കുന്ന ജീവന്റെ സന്ദേശമാണ് ഇന്ന് പകൽ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ, മരണം ആസ്വദിക്കുവാൻ, ഈ ടേസ്റ്റഡ് ഡെത്ത്. നമുക്കൊക്കെ ആസ്വാദനം ഇഷ്ടമാണ്. ടേസ്റ്റ് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല ആഹാരം നമ്മൾ ടേസ്റ്റ് ചെയ്യാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. നല്ല സ്ഥലങ്ങൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. നല്ല യാത്രകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. ആമേൻ, സ്തോത്രം. ഇതൊക്കെയാണ് ആസ്വാദനത്തിൽ വരുന്നെങ്കിൽ ഇന്ന് വരെ ആരും രോഗം ആസ്വദിക്കാറില്ല, ഇന്ന് വരെ ആരും വേദന ആസ്വദിക്കാറില്ല, ഇന്ന് വരെ ആരും മരണം ഒട്ടും ആസ്വദിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ വചനം സത്യമായിരിക്കുമോ, വാസ്തവമായിരിക്കുമോ? യേശു മരണം നിന്റെ 6 മണിക്കൂർ കാൽവരിയുടെ കുലക്കളത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് മരണം, എല്ലാവരും ഓർത്തണം പദം, മരണം ആസ്വദിച്ചു. He tasted the death. ആ മരണത്തിന്റെ ആസ്വാദനത്തിന്റെ ശക്തി എന്നാണെന്ന് ഇവിടെ ഇരിക്കുന്നവർ ഇന്ന് പകൽ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനായവൻ. അടുത്ത കേട്ടോണം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നിങ്ങൾ ക്രൂശിൽ കാണാം. എന്തിനാ യേശു ആസ്വദിച്ച് മരിച്ചെന്നറിയോ? മരണം ആസ്വദിച്ച് മരിച്ചെന്നറിയാമോ? ആമൻ. തേജസ്സിലേക്ക് ഒരിക്കലും അടുത്തു വരുവാൻ കഴിയാത്ത, തേജസ് നഷ്ടപ്പെട്ട എന്നെയും നിങ്ങളെയും പുത്രന്മാരാക്കി തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ക്രൂശിൽ യേശു മരണത്തെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. ഞാൻ പറയുന്ന ഒരു പുതിയ സന്ദേശം അല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് പകൽ ഇത് നമ്മളെ പുതുക്കുന്ന സന്ദേശമായി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. അടുത്ത വചനത്തിൽ ഇങ്ങനെ അവൻ കാണുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും അവൻ വിടുവിക്കുമെന്നാണോ, വിടുവിച്ചെന്നാണോ? വിടുവിച്ചു എന്നാണ്, വിടുവിച്ചു എന്നാണ്. ഇനി ഞാൻ അവതരണത്തിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. ബൈബിളിൽ മരണം എന്ന പദത്തിന്റെ അർത്ഥം, ഡെത്ത് എന്ന പദം അവൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്ന അർത്ഥങ്ങളിൽ ഒന്ന് സെപ്പറേഷൻ എന്നാണ്, വേർപാട് എന്നാണ്, വേർപാട് എന്നാണ്. മരണം എന്നുള്ള പദം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തില്. അത് ദൈവം തന്നെ ആദാമിനോടും ഔവയോടും പറഞ്ഞ പദമാണ്. അതായത് ഈ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. ആദ്യമായിട്ട് ആ പദം ഉരുവിടുന്നത് ദൈവമാണ്. ഭക്ഷിച്ചാൽ മരിക്കും, ഭക്ഷിച്ചില്ലേലോ അല്ലെ? തൊട്ടടുത്ത് എന്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്നാ പറഞ്ഞെന്നറിയാമോ? നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം. അവിടെ മറ്റൊരു വൃക്ഷഫലം ഉണ്ടായിരുന്നു, ജീവവൃക്ഷഫലം. അത് തിന്നതെന്ന് പറഞ്ഞു ഇല്ല. അത് വേണമെങ്കിൽ ഇവർക്ക് ഭക്ഷിക്കാമായിരുന്നു. പിന്നെ അത് ഭക്ഷിക്കാതിരിക്കാൻ ദൈവം ഊരിപ്പിടിച്ച അല്ലെങ്കിൽ തിരിയുന്ന വാളുമായി ദൂതന്മാരെ തോട്ടത്തിന് കാവലാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, ജീവവൃക്ഷത്തിൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? മറ്റൊരു വൃക്ഷം ഉണ്ടായിരുന്നു, ജീവവൃക്ഷ ഫലം. അതെന്ത് ചെയ്തില്ല? തിന്നരുതെന്ന് പറഞ്ഞില്ല. പക്ഷെ ദൈവം തിന്നരുതെന്ന്
പറഞ്ഞത് തിന്നിപ്പിക്കാൻ പിശാച് അവരെ എന്ത് ചെയ്തു? ടെംപ്റ്റ് ചെയ്തു, പരീക്ഷിച്ചു. ദൈവം തിന്നാമെന്ന് അനുവാദം കൊടുത്തത് ഇവര് അന്നു മുതൽ ഇന്ന് വരെ നമുക്കുള്ള പോരാട്ടങ്ങളിൽ ഏറ്റവും വലിയതാണ് ദൈവം ചെയ്യരുതെന്ന് പറയുന്നത്. ചെയ്യാൻ അസാധാരണമായ ആവേശവും ചെയ്യാമെന്ന് ദൈവം അനുവദിച്ചു തന്നിട്ടുള്ളതൊന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ലായ്മയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ മാനവകുലം മുഴുവൻ അനുഭവിക്കുന്നത്. മറ്റേ ഫലത്തിന്റെ പേര് ജീവവൃക്ഷത്തിന്റെ ഫലമെന്ന്. അത് സത്യത്തിൽ ജയിക്കുന്നവൻ ഇനി കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പറിച്ചു തിന്നുവെന്നല്ല, ജയിക്കുന്നവർ ഞാൻ ഇനി എല്ലാവരും വന്നങ്ങൾ പറിച്ചു തിന്നോ, ഇവിടെ വെച്ചിട്ടുള്ള നല്ല ജയിക്കുന്നവർ ഞാൻ കൊടുക്കുമെന്നാ പറയും. അപ്പോ സീ ദ ഓപ്ഷൻ. ഇത് തിന്ന നീ മരിക്കും, മറ്റേത് തിന്ന നീ ജീവിക്കും. ഇത് പറഞ്ഞിട്ട് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്നത്തെ കോണ്ടാക്സിൽ അവനായിരുന്നെങ്കിൽ ഇവരെ ഇത് തിന്നിപ്പിക്കാതിരിക്കാനുള്ള എന്തെല്ലാം കാര്യം നമ്മൾ ചെയ്യുമായിരുന്നറിയാം ഇല്ലേ? അതിന് ചുറ്റും വേലി കെട്ടി അത് വേണം പൂട്ടിയിട്ടിട്ട് പോട്ട് വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്ക് നമ്മൾ പോകും. കാര്യം ഇവനെ കൊണ്ട് ഇത് ജന്മത്തിൽ കാര്യം തിന്നാൽ ഇവിടെ എന്ത് പറ്റും? മരിക്കും. പക്ഷെ എല്ലാവരും പറയണം, ദൈവം മനുഷ്യനെ റോബോട്ടുകളായിട്ടല്ല സൃഷ്ടിച്ചേ, ദൈവം മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തിട്ടാണ് സൃഷ്ടിച്ചേ. ഏണ്ട് 2 എണ്ണം വെച്ചിട്ടുണ്ട്, ഒന്ന് തിന്നാം, മറ്റേതൊക്കെ ഒന്ന് തിന്നാതിരിക്കുക, മറ്റുള്ളവരെല്ലാം തിന്നുക. അവിടെ ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം ഇവൻ എന്റെ ചിന്തയിലാണ് പറയുന്നത്. ആഗ്രഹിച്ച കാര്യം ഇത് തിന്നാതിരിക്കുക, അവൻ അത് തിന്നുകയും ചെയ്യണമെന്നല്ല ആഗ്രഹം. ജീവവൃക്ഷഫലം മനുഷ്യന് കൊടുക്കാൻ ആയിരുന്നു ആഗ്രഹം, പക്ഷെ മറ്റേ തിരഞ്ഞെടുക്കാനായിരുന്നു മനുഷ്യന്റെ താല്പര്യം. അങ്ങനെ നമുക്കറിയാവുന്ന സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞു വിടുക. ആദ്യമായിട്ട് അവൻ കഥ പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എല്ലാവരും തിരിച്ചു ചോദിക്കുന്നത്, എന്നിട്ട് അവർ മരിച്ചില്ലല്ലോ, എന്നിട്ട് അവർ മരിച്ചില്ലല്ലോ. ആ മരിക്കും എന്ന പദത്തിന്റെ അർത്ഥം എന്നറിയോ? പല അർത്ഥങ്ങളിൽ ഒന്ന് പറയാം, God made them as a mortal being. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് അവൻ ുള്ളവനായിട്ടാണ്, മോർട്ടലായിട്ടാണ്, മരണമില്ലാത്തവനായിട്ടാണ്. the moment that you eat this fruit that you will immortal ആയിട്ടാണ് സൃഷ്ടിച്ചത്. the moment that you eat the fruit that you will become mortal. അമർത്യമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ആ പഴം തിന്ന അന്ന് മനുഷ്യൻ മർത്യൻ. ആ പദം കൊടുത്ത് വന്നു മനുഷ്യന് ായി മാറി. അല്ലാതെ അമർത്യത, അവൻ നിത്യമായി ജീവിക്കുന്നതിന് പകരം മർത്യനുള്ളവനായി മോർട്ടലായിട്ട് മാറി. ഇമ്മോർട്ടലിൽ നിന്ന് മോർട്ടലായിട്ട് മാറി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമുക്കെല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ദീർഘമായിട്ട് ജീവിക്കണം. ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയും, അപ്പൊ അങ്ങോട്ട് പൂക്കോളാമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സാഹചര്യം വരുമ്പോൾ ഞാനും നിങ്ങൾ എല്ലാവരും പറയും, കർത്താവേ കുറച്ചും കൂടെ തന്നാൽ, കുറച്ചു കാലം കൂടെ തന്നാൽ അങ്ങേക്ക് വേണ്ടി. അപ്പൊ പിന്നെ ഇത്രയും നാളോ ആ പ്രാർത്ഥന ഏറ്റവും കേൾക്കുന്ന ഒരു സ്ഥലം ഐസിയു ആണെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല, ഐസിയുവിൽ പ്രാർത്ഥിക്കാത്ത എല്ലാവരും മേലോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കും, കർത്താവ് കുറച്ച് നാടുകൂടെ. റൈറ്റ്. ഇന്ന് പകലിൽ അത് ജീവിത സാഹചര്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാ പ്രസംഗിക്കുന്ന എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അതിന്റെ കാരണം ഞാൻ ഓർത്തിട്ടുണ്ട്. എന്തിനാ മനുഷ്യർ ഇത്രയും ജീവിക്കാൻ ആഗ്രഹം? ആ ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ ദൈവം കൊടുത്തതാ. അതിന്റെ ഒരു തെളിവ് പറയാം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ ചാടുന്നാണോ? എന്തുകൊണ്ടാ തള്ളിയിടേണ്ടത് അറിയോ? അവിടെ പോലും ഇവൻ ആഗ്രഹമില്ല. അതുകൊണ്ട് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യേണ്ട വരും? അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പീഡന സ്ഥലത്ത് എന്ന ധനവാന്റെ ആഗ്രഹം ഇല്ലേ? ഇനി ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് വരികയാണ്. ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പദങ്ങളുടെ അർത്ഥം ഇതാണ്. ഒന്ന് മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടൽ, അവൻ അമർത്യതയും മർത്യതയും. മറ്റൊന്ന് വിഷയം ഇതാണ്, സെപ്പറേഷൻ ആണ്, വേർപാട്, സെപ്പറേഷൻ. നിങ്ങൾ ഇത് തിന്നുമ്പോൾ മരിക്കും എന്നതിലെ മറ്റൊരർത്ഥം യു വിൽ ബി സെപ്പറേറ്റഡ്. നിങ്ങൾ സെപ്പറേറ്റഡ് ആകും, നിങ്ങൾ സെപ്പറേറ്റഡ് ആകും. അവൻ 3 വിധ മരണങ്ങളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന് ശാരീരിക മരണം, ഫിസിക്കൽ ഡെത്ത്.
നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് അവൻ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന മരണത്തെയാണ് ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. 2 സ്പിരിച്വൽ ഡെത്ത്. നമ്മെ എഫെസ്യ ലേഖനം 2:1 വായിക്കുന്നു, അകത്യങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന നമ്മൾ ഓർക്ക് നമ്മൾ എന്നാ മരിച്ചത്. ബൈബിള് പറയുന്നു നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചവരായിരുന്നു, എന്നാൽ ക്രിസ്തുവിനോട് കൂടെ അവൻ നമ്മളെ ജീവിപ്പിച്ചു എന്ന വായിക്കുന്നത്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ സംഭവിക്കുന്ന മരണത്തിനെയാണ് സ്പിരിച്വൽ ഡെത്ത് അല്ലെങ്കിൽ ആത്മീക മരണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മരണമാണ് രണ്ടാമത്തെ മരണം എന്ന് ബൈബിൾ പറയുന്ന തീയും ഗന്ധകവുമുള്ള നരകം എന്ന് പറയുന്നത്. ഞാൻ നരകത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, കണ്ടിട്ടില്ല, പോയിട്ടില്ല, പക്ഷെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നതിനറിയോ, ഈ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൊക്കെ നമ്മൾ പലവിധമായ കഥകൾ നരകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചും പലവിധ കഥകൾ, ബൈബിളിലെ വാക്യങ്ങളല്ല ഞാൻ പറഞ്ഞത്, കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ ചിലരുടെ എങ്കിലും ഒരു ചിന്തയുണ്ട്, നരകത്തിലാണെങ്കിലും പണ്ടൊരു മുന്നോട്ട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞു, നരകത്തിലാണെങ്കിലും പോകുന്നേ പൊക്കോട്ടെ, ഞങ്ങളെ എല്ലാവരും അവിടെ ആയിരിക്കുമല്ലോ, അപ്പൊ ഞങ്ങൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് കിടന്നോളാം. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വിചാരിക്കണം, ആക്ച്വലി ദ ഹെൽ, മീനിങ് ഹെൽ, അതിൻ്റെ അകത്ത് ഒരു വലിയ സെപ്പറേഷൻ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അറിയോ, നരകത്തിന്റെ ഏറ്റവും വലിയ ഭീകരത അവിടെ മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റ് ആകുന്ന, മനുഷ്യനും ദൈവവും തമ്മിലുള്ള സെപ്പറേഷൻ മാത്രമല്ല, മനുഷ്യനും തമ്മിലുള്ള വലിയൊരു സെപ്പറേഷൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനിയും ഈ 3 കാര്യങ്ങളിലല്ല ഇന്ന് പകൽ ഞാൻ ഊന്നൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നു പകലിൽ സ്തോത്രം, കാൽവരിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞ മെസ്സേജ്, യേശു ക്രൂശിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്. അതായത് പിതാവായ ദൈവവും പുത്രനാം ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുത്തിയത് എന്താണെന്നറിയാമോ? ബന്ധത്തിന് വ്യത്യാസം വരുത്തിയതെന്നറിയോ? മാനവജാതികളുടെ പാപമാണ്, യേശുവിന്റെ പാപമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ്. സ്തോത്രം, പിതാവും പുത്രനും തമ്മിലുള്ള എൻ്റെ ദൈവമേ കൈവിടേണ്ടെന്ന് പറയുന്ന ജീവിത സാഹചര്യത്തിലേക്ക് യേശുവിനെ കൊണ്ടെത്തിച്ചതെങ്കിൽ, ഇന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയുന്നു, പാപം ഭീകരമാണ്, പാപം ശിക്ഷാർഹമാണ്, പാപത്തിന്റെ ശിക്ഷ വലുതായ ആണ്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അതിനെക്കുറിച്ച് നമുക്കൊരു പ്രത്യേകമായിട്ട് അതിനെ വില കുറച്ച് കാണുവാൻ നമുക്ക് പറ്റില്ല. അതിന്റെ കാരണം എന്നറിയോ, ഇതിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ വന്ന ആളുടെ വിലയാണ് പാപത്തിന്റെ ശിക്ഷ ഇത്രയും വലുതാണ് നമുക്ക് ബോധ്യമാക്കി തരുന്നത്. Praise the Lord, praise the Lord, praise the Lord. ഇനിയും സ്തോത്രം, എല്ലാവരും മനസ്സിലാക്കിയാട്ടെ, മരണം എന്ന് പറയുന്നത് സെപ്പറേഷൻ ആണെങ്കിൽ, ജീവൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കൂടിച്ചേരുന്നതാണ്, ഒന്നാകുന്നതാണ്, ഒരുമിച്ചിരിക്കുന്നതാണ് ജീവൻ. ഇന്ന് പകൽ ഞാൻ ഇതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ 2ാം ഭാഗത്ത് ഇങ്ങനെ വായിച്ചു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും അവൻ വിടുവിച്ചു. ഈ എബ്രായ ലേഖനം എഴുതിയത് പൗലോസാണ് എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. ആര് എഴുതിയാലും അത് ദൈവാത്മാവിന്റെ നിയോഗത്തിൽ എഴുതപ്പെട്ടിരിക്കും, നമുക്ക് വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ ഇതിൽ നിന്ന് ഒരു വചനത്തിലൂടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. റോമാലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയ കരച്ചില് കാണാം. ഇത് നമ്മുടെയൊക്കെ കരച്ചിലാണ്, ഇത് മാനവജാതികളുടെ മുഴുവൻ കരച്ചിലാണ്. എന്തെന്നറിയാമോ? ഈ 23-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അത് എൻ്റെ അവയവങ്ങളിൽ പാപപ്രമാണത്തിൽ എന്നെ വ്യക്തനാക്കി കളഞ്ഞു. വിശുദ്ധന്മാരെല്ലാരും കേട്ടോണം. പാപപ്രമാണത്തിന് ഇതെന്നെ വ്യക്തനാക്കി. എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പൗലോസ് പറയുക, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ. അടുത്ത കേട്ടോണേ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്
അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ. എന്നിട്ട് പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ആരുടെ വിധവാ എന്ത് പറയണ്ട പറയുന്നറിയോ? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ എന്തോ ശരീരത്തിൽ പോരാടുന്ന പാപത്തിന്റെ പ്രമാണമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നറിയോ? പാപത്തിന് പ്രമാണം ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും. എന്നിട്ട് പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ആ പദം ഒന്നെടുക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കാര്യം എന്താണെന്നറിയാം? ഇനി ഞാനൊരു ചരിത്ര പശ്ചാത്തലം വേഗത്തിൽ പ്രസ്താവിച്ച് ഞാൻ മുൻപോട്ട് വരട്ടെ. റോമൻ പശ്ചാത്തലത്തിൽ റോമ ഗവൺമെന്റ്, റോമ സാമ്രാജ്യമാണ് ക്രൈസ്തവരെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ള ലോക സാമ്രാജ്യങ്ങളിൽ ഒന്ന്. ഇസ്രായേൽ ജനം ക്രിസ്ത്യൻസ് അനുഭവിച്ച ഈ പെർസിക്യൂഷൻ ഭയങ്കരമാണ്. ഇന്നും പല സ്ഥലങ്ങളിലുമുണ്ട്. ഞാനിപ്പോൾ പ്രാർത്ഥന വിഷയമായി പറഞ്ഞ നൈജീരിയയിലും സുഡാനിലൊക്കെ വലിയ മതപീഡകൾ നടക്കുന്നു. ക്രൈസ്തവരെ പള്ളിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പീഡനത്തെ കുറിച്ച് എബ്രായ ലേഖനം 11 ചിലത് എഴുതിയിട്ടുണ്ട്. അതായത് ഈർച്ചവാളാൻ അറുക്കുക, അതായത് മരം മുറിക്കുന്ന വാളുകൊണ്ട് മനുഷ്യനെ മുറിക്കുക. അതുപോലെ മൃഗങ്ങളുടെ പച്ച തോലിനകത്ത് മനുഷ്യനെ പൊതിഞ്ഞിട്ട് വെയിലത്ത് ഇടുക, മനുഷ്യന്റെ ശരീരത്തിൽ തുണി ചുറ്റി അതിൽ ഓയിൽ ഒഴിച്ച് പൊതുസ്ഥലങ്ങളിൽ കത്തിച്ചു നിർത്തുക. അതുപോലെ കഴിഞ്ഞ ദിവസം ദേവദാസന്റെ പ്രസംഗം ഞാൻ കേട്ടു. ദീർഘ ദിവസങ്ങൾ ആഹാരം കൊടുക്കാത്ത എലി മൗസസിനെ പിടിച്ച് ഒരു കുടത്തിലാക്കിയിട്ട് മനുഷ്യന്റെ വയറിനോട് ചേർത്ത് കെട്ടുമ്പോഴും, അതായത് ദിവസങ്ങളോളം ആഹാരം കിട്ടാതെ കിടക്കുന്ന ഈ എലികൾ ഇദ്ദേഹത്തിന്റെ വയറ്റിലൂടെ തുരന്ന് കയറി ശരീരാവയവങ്ങളിൽ കൂടെ പുറത്തു വരുന്ന ഒരു പ്രാചീന ധീരമായ മരണ രീതികൾ ഉണ്ടായിരുന്നു പറയുന്നത്. പിന്നെ മറ്റൊന്ന്, കുതിരകളുടെ പുറകിൽ, രഥങ്ങളുടെ പുറകിൽ മനുഷ്യനെ വച്ച് കെട്ടിയിട്ട് സ്പീഡിൽ കുതിരകളെ ഓടിച്ചു കൊണ്ടുപോവുക പതിവായിരുന്നു. 2 മരങ്ങളുടെ ചില്ലകൾ ചേർത്ത് പിടിച്ചിട്ട് മനുഷ്യന്റെ 2 കാല് 2 ചില്ലകൾ കെട്ടിയിട്ട് വിടുക പതിവായിരുന്നു. പേപ്പർ കീറുന്നത് പോലെ മനുഷ്യ ശരീരം കീറിപ്പോകുമായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ആ നാടുകളിൽ ഏറ്റവും ഹീനവും പൈശാചികവുമായ ക്രൂരമായ ശിക്ഷാവിധികൾ കൊണ്ട് ഈ റോമ സാമ്രാജ്യം നടനമാടുമ്പോൾ, അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, അവരുടെ മറ്റൊരു വളരെ വേദനാജനകമായ ഒരു ശിക്ഷാവിധിയുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് വേഗത്തിൽ വരാം. അതിങ്ങനെയാണ്: ഒരു മനുഷ്യനെ അവർ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ മനുഷ്യനെ പിടിച്ചു കെട്ടും. ആ മനുഷ്യനെ പിടിച്ചു കെടുത്തിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? ആ മനുഷ്യന്റെ ബോഡി ഒരു ഡെഡ് ബോഡിയുമായിട്ട് ചേർത്ത് കെട്ടും. ഒരു ഡെഡ് ബോഡിയായിട്ട് ജീവനുള്ള മനുഷ്യനെ ചേർത്ത് കെട്ടും. എന്നിട്ട് ഒരു സ്ഥലത്തോട്ട് മാറ്റിയിടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഒരു ഡെഡ് ബോഡിയെ തൊടാൻ പ്രയാസമാണ് നമ്മുടെ സ്വന്തക്കാരല്ലെങ്കിൽ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ ഒരു ഡെഡ് ബോഡിയോട് ചേർത്ത് വെച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമോ? കാലിനോട്, നെഞ്ചിനോട്, കൈയോട് ചേർത്ത് കെട്ടുക. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ജീവിച്ചിരിക്കുന്നവന്റെ ജീവൻ മരിച്ചവനിലേക്ക് പോകത്തില്ലല്ലോ. ഇല്ല. അടുത്ത 2-3 മണിക്കൂറുകൾ, 5-6 മണിക്കൂറുകൾ കഴിയുമ്പോൾ സംഭവിക്കുന്നറിയാം, മെല്ലെ മെല്ലെ തണുത്തുറഞ്ഞിരിക്കുന്ന ഈ ജഡശരീരത്തിന്റെ മരിച്ച് ഇവന്റെ ശരീരത്തിൽ നിന്നും മരണം മറ്റവനിലേക്ക് പാതിയെ ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. നമ്മുടെ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, അവന്റെ ബോധമേ പോയി കളയാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇവര് മാറ്റിയിട്ടിട്ട് പട്ടാളക്കാർ നോക്കി നിൽക്കുമെന്നറിയോ? ആരേലും വന്ന് ഇവനെ അടിച്ചു വിടുന്നുണ്ടോന്നറിയാം. ഇപ്പോ എന്നെ പിടിച്ചു കെട്ടിയെന്ന് വിചാരിച്ചു, എന്നെ പിടിച്ചു കെട്ടിയെന്ന് വിചാരിക്കുമ്പോ എന്റെ ഭാര്യ വന്ന് എന്നെ വിടുവിക്കാൻ വേണ്ടി വരിക എന്ന് വിചാരിച്ചു. അപ്പൊ പട്ടാളക്കാർ പറയും, അവനെ വിടുവിക്കാൻ പകരം നിന്നെ കിട്ടുമെന്ന് പറയും. അപ്പനും അമ്മയെ വരിക എന്ന് വിചാരിച്ചു, എന്റെ മോനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അപ്പനോട് അമ്മയോട് പറയും, നിന്നെ കെട്ടു, പകരം അവനെ വിടുവിക്കാം. പകരം ഈ ഡെഡ് ബോഡിയായിട്ട് ആരെ വെച്ച് കെട്ടുമെന്നറിയോ?
നിന്നെ വെച്ച് കെട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആര് പോവും? ആരെ വിടുവിക്കാൻ ആര് പോകുമെന്ന് പറ, ആര് പോകുമെന്ന് പറ. ഇന്ന് പകൽ പൗലോസിന്റെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അതീതമായ മരണത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കുന്നു പറഞ്ഞപ്പോ അവൻ പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇതാണ്: ഒരു ഡെഡ് ബോഡിയുമായി ചേർത്ത് വെച്ച് കെട്ടപ്പെട്ട ഒരു മനുഷ്യന്റെ വളരെ ദയനീയമായ സ്ഥിതിയെ കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയുമ്പോ ഇന്ന് പകലിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭവാർത്തയുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇവനെ മരണവുമായിട്ട് വെച്ച് കെട്ടപ്പെട്ട ഇവനെ വിടുവിക്കാൻ ആർക്കും വരാൻ പറ്റില്ല. വന്നതിനെന്നറിയുമോ? പകരം മരിക്കണം. ഇവിടെയാ ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിന്റെ നാമത്തെ നമ്മൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ ഇന്ന് പകൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ആരും വിടുവിപ്പാനില്ലാതിരിക്കുമ്പോ യേശു പറഞ്ഞു ഞാൻ വിടുവിക്കാം. അപ്പൊ ചോദിച്ചു നിന്നെ പകരം കെട്ടട്ടെ. അവൻ പറഞ്ഞു ഞാൻ മരണം ആസ്വദിക്കാൻ റെഡിയാ, പക്ഷെ ഇവനെ വിടുവിക്കണം. മരണത്തിന് അധീരനായി ഇവനെ വിടുവിക്കണം. Praise to Jesus. ഇന്ന് പകൽ എല്ലാവരും ആ വെളിപ്പാടുന്ന ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽ എത്ര പേര് ദൈവത്തിന് സ്തോത്രം പറയും. നമ്മളെല്ലാം പാപത്തോട് മരണത്തോട് കെട്ടപ്പെട്ടവരായിരുന്നപ്പോ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട് നീക്കി. ഹല്ലേലൂയ. ജീവപര്യന്തം അടിമകളായിരുന്നവരൊക്കെയും അവിടെ എന്ത് ചെയ്തു? വിടുവിച്ചു. ഇനി എല്ലാവരും ഒരു കാര്യം കേട്ടോണേ, ഇതാണ് സത്യത്തിൽ നടന്ന ആത്മീക സത്യം. ഇനി ആ യേശു കർത്താവ് നമുക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനിയും നിങ്ങൾ എല്ലാവരും ഞാൻ വിടുവിച്ചില്ലേ, ഇനി ഇഷ്ടംപോലെ പൊക്കോളാനെന്ന് പറയുന്ന പരിപാടി അല്ല ക്രിസ്ത്യ ജീവിതം. ഹല്ലേലൂയ. അതിന് പകരം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ മറ്റൊരു വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കാട്ടൊലിവായിരുന്ന നമ്മളെ അവൻ നാട്ടൊലിവിനോട് ചേർത്തൊട്ടിച്ചു. ഇന്ന് പകലിൽ ഞാൻ ഒരു പിക്ചോറിയലായിട്ട് ഒരു ചിത്രാത്മകമായിട്ടൊരു കാര്യം കണ്ടു. എന്നെയും നിങ്ങളെ എല്ലാം കർത്താവ് ഈ മരണത്തിൽ നിന്ന് വിടുവിച്ച്, മരണവുമായി ചേർത്ത് കെട്ടപ്പെട്ട നമ്മളെ വിടുവിച്ച് കർത്താവ് നമുക്ക് വേണ്ടി പകരം മരിച്ചു. പക്ഷെ കർത്താവ് മരിച്ചു പോയെന്നല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞ് വലിയ സംഭവം ഉണ്ടായി. ഇന്ന് പകൽ ഇത് ദൃശ്യമണ്ഡലത്തിലല്ല, അദൃശ്യമണ്ഡലത്തിൽ ഈ റിയാലിറ്റി എത്ര പേരുടെ അകത്തുണ്ടോ അത്രയും ആഘോഷമായിരിക്കും ക്രിസ്തീയ ജീവിതം. ഇറ്റ്സ് നോട്ട് എ ബർഡൻ. പ്രശ്നങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തീയ ജീവിതത്തിന്റെ സെലിബ്രേഷൻ നടക്കുന്നത് ഈ വെളിപ്പാടില്ല. എന്നാന്നറിയാമോ? ആമേൻ, സ്തോത്രം. അവൻ നമ്മളെ വിടുവിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോ അങ്ങനെ ഒരാൾ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു പറ. അതായത് നിങ്ങളെ മരണത്തോട് ചേർത്ത്, ഡെഡ് ബോഡിയോട് ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുക. വേറൊരാൾ വന്ന് അഴിച്ചു വിട്ടു, പുള്ളി മരിച്ചു എന്ന് നിങ്ങൾ കണ്ടു. മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്ക് പ്രത്യക്ഷമായ നിങ്ങൾ എന്ത് ചെയ്യും? കെട്ടിപ്പിടിക്കുമോ? കെട്ടിപ്പിടില്ലേ? കെട്ടിപ്പിടിക്കും. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ മാറിയോട് ചോദിച്ചേ, മറ്റൊരു കാര്യത്തിൽ മാറിയോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞ തുടരുത്. അവക്ക് മനസ്സിലായി അവൻ കർത്താവിനെ ഇനി ഞാൻ വിടത്തില്ലെന്ന്. ഇതാ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അവൻ ഈ രണ്ട് വൃക്ഷഫലം നിന്നിട്ട് തിന്നരുന്ന് പറഞ്ഞില്ലേ? തിന്നാൻ മരിക്കുന്നു. മറ്റേത് അവൈലബിൾ അല്ലായിരുന്നോ? അത് പിടിക്കണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. കർത്താവ് പ്രത്യക്ഷനാകുമ്പോ കെട്ടിപ്പിടിക്കുന്നവരുണ്ടേലേ പകരം ഇവനാ മരിച്ച നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. പകരം യേശുവാ മരിച്ചെന്ന് അറിഞ്ഞിട്ടുള്ളത് ആ കെട്ടിപ്പിടുന്നതിന്. ഇവിടെയാണ് ജീവൻ, ഇതാണ് ജീവൻ. മരണം സെപ്പറേഷൻ ആണെങ്കിൽ ജീവൻ ഈസ് കമ്മിങ് ടുഗദർ ഇൻ യൂണിറ്റി. ഒരുമിച്ച് വരുന്നതാ. ഇത് വലിയൊരു സ്പിരിച്വൽ ആത്മീക പദമാണ്. ഞാൻ പറഞ്ഞില്ലേ, യേശു പ്രത്യക്ഷമായി മറിയ പറഞ്ഞു. മറിയ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ യജമാനന്റെ ശരീരം എവിടെ വെച്ചിരിക്കുന്നത് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു ഡെഡ് ബോഡി എടുക്കണമെങ്കിൽ മിനിമം 2-4 പേര് വേണം. പക്ഷെ ഈ സഹോദരി പറയാം ഞാൻ കൊണ്ടുപോയിക്കോളാം. അത്രമാത്രം അവൻ യേശുവിനുള്ള സ്നേഹം. ഇന്ന് പകലിൽ ഉള്ളിരിക്കുന്ന എല്ലാവരുടെയും സ്പിരിച്വൽ പിക്ചർ കണ്ടോളേ. ഒന്നാമത്തത് കഴിഞ്ഞു, നമ്മുടെ മരണത്തിന് അധികാരിയായ പിശാചിനെ മാറ്റി. 2, അവനെ നമ്മളുമായിട്ട് ചേർത്ത്. ഈ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോ അപ്പം ചെയ്തെന്നറിയോ? കെട്ടിപ്പിടിച്ച് ചുംബിച്ചു.
നഷ്ടപ്പെട്ടു പോയ ലൈക്ക് എന്താ പറയുന്നത്, ആട് കണ്ടെത്തിയപ്പോ എന്തെന്നറിയോ, നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മ കിട്ടിയപ്പോ അത് പുള്ളിക്കാരത്തി ആദ്യം കണ്ടോ. പുത്രൻ എവിടെ ഇരിക്കുന്നറിയോ, നഷ്ടപ്പെട്ട ആടിരിക്കുന്ന എവിടാന്നറിയോ, നഷ്ടപ്പെട്ട ബ്രഹ്മ ഇരിക്കുന്ന എവിടാന്നറിയോ, നിങ്ങൾ ഇരിക്കുന്ന എവിടാ, അല്ല നമ്മൾ ഇരിക്കുന്ന എവിടാ. This is life. ഇതാ ജീവൻ, ഇതാ ജീവൻ. ഇത് പറഞ്ഞിട്ടാണ് 8-ാം അധ്യായത്തിന്റെ അവസാനം പൗലോസ് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമുക്കത് പറഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ 8-ാം അധ്യായത്തിന്റെ അവസാനം 35-ാം വാക്യത്തിൽ പൗലോസ് ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് വന്നിട്ട് പറയാ, ശിക്ഷ വിധിക്കുന്നവനാണ് യേശു ക്രിസ്തു, മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നത് ആവശ്യം അറിയോ? രക്ഷ പൂർത്തി വരുത്തേണ്ടതിനാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അന്യോന്യം പ്രാർത്ഥിച്ചില്ലേ? നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്ന് പകരം അതിനെല്ലാം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതിന് അനുഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ വിലയേറിയതായി കാണുന്നത് എന്താണെന്നറിയോ? യേശു പിതാവിന്റെ വലതുഭാഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം. ആ പദം എന്ന് എഴുതിയിരിക്കുന്നത് അറിയാമോ? പക്ഷപാതം ഇന്റർസീഡ്സ് ഇസ് എ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇരിക്കാൻ കാര്യം, ഇന്നിപ്പോ ഇവിടെ ഇരിക്കാൻ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടോ, അവരെല്ലാവരും പ്രാർത്ഥിച്ചു, ഭാര്യ പ്രാർത്ഥിച്ചു, ഭർത്താവ് പ്രാർത്ഥിച്ചു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, വിശ്വാസി. പക്ഷെ ഇതിന്റെ ഒക്കെ മേളിൽ കയറി നിന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമെന്നതിന്റെ കാര്യം എന്നറിയോ? പക്ഷപാതം കഴിക്കണമെന്ന കാര്യം എന്നറിയോ? ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് വേണ്ടി ഒരാൾ 10 പ്രാവശ്യം റെക്കമെൻഡ് ചെയ്യുമോ ഒരു കാര്യത്തിന് വേണ്ടി? എനിക്ക് വേണ്ടി നമുക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഇന്നടുത്ത് എന്താ ജോലി കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ ഒരു റെക്കമെൻഡ് ചെയ്യുക. പക്ഷെ ഞാൻ പോയില്ലെന്ന് വിചാരിച്ചു, പിന്നെ പോകാൻ പറയും, പറ്റുമോ? ഇല്ല. എത്ര റെക്കമെൻഡ് ചെയ്യും? നമ്മളൊക്കെ 2-3 പ്രാവശ്യം പിന്നെ നിനക്ക് വേണ്ട പിന്നെ പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ കർത്താവിനെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒറ്റ കാര്യങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നിതാണ്, ഇവർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ കർത്താവ് ഇത്രയും റെക്കമെൻഡേഷൻ? ഇത്രയും റെക്കമെൻഡേഷൻ നിങ്ങൾ ആരാന്നതിന്റെ വെളിച്ചത്തിലില്ല, ഞാൻ ചെയ്തതിന്റെ പൂർത്തീകരണം എനിക്ക് നിങ്ങളിൽ കാണേണ്ടതില്ല. നിങ്ങളുടെ വാലിഡിറ്റിയാണ്, ഇൻവാലിഡിറ്റി അല്ല. എന്റെ ക്രൂസിലെ മരണം it's not invalid. ഞാൻ ഈ വചന വെളിപ്പാടിന്റെ മുമ്പാകെ അവൻ ഇന്ന് പകൽ താഴ്ന്നതിനോടൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, സ്തോത്രം. യേശുവിന്റെ പക്ഷപാതം ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. ആമേൻ. ഇവൻ ആ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനത് വായിച്ച് പറഞ്ഞു നിർത്താം. ഈ 35 കണ്ടോ, ക്രിസ്തുവിന്റെ, ഇവിടെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചില വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. Who will separate us? ആ പദം കണ്ടോ, സെപ്പറേറ്റ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. 38-ാം വാക്യം, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ, വരുവാനുള്ളതിനോ, ഉയരത്തിലുള്ളതിനോ, ആഴത്തിലുള്ളതിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന് നമ്മെ എന്തോ സെപ്പറേറ്റ് ചെയ്യാൻ. മരണം എന്ന് പറഞ്ഞാൽ അറിയോ, സെപ്പറേഷൻ ആണ്. പൗലോസ് പറയുന്നത് ഇതിലൊന്നും എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല. കാരണം ഞാൻ ക്രിസ്തുവുമായി സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്തവണ്ണം ഞാൻ ജീവനിൽ ജീവിക്കുകയാണ്. ഇത് ഒരുമിച്ച് പറയാം, നമുക്ക് ചിലപ്പോൾ ഫിസിക്കലി തോന്നിയില്ലെങ്കിലും ഇന്ന് പകൽ ഇത് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. യേശുവിന്റെ നാമത്തിൽ he tasted death. യേശു മരണം ആസ്വദിച്ചു. എന്തിനാണെന്നറിയാം? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധിയായ, അത് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച യേശുവിനെ ടേസ്റ്റ് ചെയ്യുന്നവരുടെ സാക്ഷ്യമാണ്. ജീസസ് tasted death.
Are you really tasting Christ who is the real life for us? ഈ വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിലാണ്, കർത്താവേ, നമ്മുടെയൊക്കെ ശരീരത്തിൽ, പ്രാണനിൽ, ആത്മാവിൽ ദൈവത്തിന്റെ ജീവൻ ചലിക്കും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ട് തിരിച്ച് പ്രതീക്ഷ കിട്ടിയവർ ആരും കയ്യിൽ നിന്ന് നോക്കണ്ട. എനിക്കറിയാം കിട്ടിയവരുണ്ടോ ഇല്ലാത്ത. ദൈവം എന്നെ തള്ളിക്കളഞ്ഞു തോന്നിയ സ്ഥാനത്ത് ദൈവം എന്നെ സ്വീകരിച്ചെന്ന് ബോധ്യം വന്നവരുണ്ടോ? എനിക്കുറിച്ച് ദൈവത്തിന് പോലും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ കിട്ടിയവരുണ്ടോ ഇതിനകത്ത്? ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. അങ്ങനെ ഒരു കാര്യം ദൈവസന്നിധി പറയാൻ കാര്യം, ആമേൻ, എന്താണെന്നറിയാമോ? കർത്താവ് വന്നത് ജീവൻ നൽകാണ്. അതിന്റെ തൊട്ട് മുമ്പിൽ എടുക്കണ്ട, പറഞ്ഞിങ്ങനെ ഞാൻ വിടാം. ആമേൻ. കർത്താവ് പറഞ്ഞു, ഈ കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും നശിപ്പിപ്പാനും അല്ലേ? കള്ളൻ എന്തിനാ വരുന്നത്? കള്ളൻ ആരെയും നന്നാക്കാൻ വരുന്നതല്ല, കള്ളൻ ആരെയും രക്ഷപ്പെടുത്താൻ വരുന്നില്ല. കള്ളൻ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും. He came to kill, steal and destroy. എന്നിട്ട് കണ്ടാ പറയാ, പക്ഷെ ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ജീവൻ നൽകാൻ. ഈ ജീവൻ നൽകാൻ, അത് ലൈഫ് ഇൻ അബണ്ടൻസ്, അത് സമൃദ്ധിയായി നൽകാനോ, അത് സമൃദ്ധിയായി നൽകാനുമാ, അത് സമൃദ്ധിയായി നൽകാനാ. ഇതെങ്ങനെയാണ് നമ്മൾ വ്യാപരിക്കുന്നതെന്നറിയാം. അതൊരു വെളിപ്പാട്, അതൊരു റെവലേഷനാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് നമ്മുടെ അകത്ത് ആത്മാവിൽ സ്വീകരിച്ചാൽ മതി. ആ ജീവന്റെ ചലനം നമ്മളിൽ സംഭവിച്ചിരിക്കും. ദൈവങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ തരുന്ന ഒരു നിയോഗം ഇങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ആമേൻ, എനിക്ക് മിക്കവാറും അല്പമെങ്കിലും നിങ്ങളെ കുറിച്ച് അറിയാവുന്നവരാ. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന ആത്മീക സന്ദേശം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നതാണ്. ആമേൻ. പല സമയത്തും ആത്മീകമായി ജീവൻ ക്ഷയിച്ച് ബലഹീനപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, സന്ദർഭങ്ങളിൽ, ആമേൻ, സ്തോത്രം, പ്രസംഗത്താൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് ആത്മാവിനോട് ഇടപെട്ട ജീവൻ പ്രാപിച്ച ദൈവജനം ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടുള്ള, അവൻ സകലരോടുമുള്ള ദൈവത്തിന്റെ സന്ദേശം ഞാൻ വിളിച്ചു പറയുന്നു. അതിങ്ങനെയാണ്. അവൻ സ്തോത്രം, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ഇടപെടുന്നത് ഇങ്ങനെയാണ്. അവൻ സ്തോത്രം, ജീവൻ അറ്റുപോയെന്ന്, അവൻ അസ്തമിച്ചു പോയെന്ന് വിചാരിച്ചിടത്തോ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ ചലിക്കാൻ കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണെങ്കിൽ ഇന്ന് പകൽ ദൈവസഭയെ നോക്കി, ദൈവമക്കളെ നോക്കി, കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളിൽ പ്രാരംഭിച്ച ദൈവിക കാര്യപരിപാടികളെ പൂർത്തീകരണമെത്തുവരെയും ആ ജീവന്റെ ചലനത്തിൽ അവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് ദൈവം സൃഷ്ടി നിർവഹിക്കുമ്പോൾ ക്രിയേഷൻ അക്കൗണ്ടിൽ, ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഞാൻ പറഞ്ഞു. ഇവിടെ ഇനി വായിപ്പിക്കാൻ സമയം നമ്മുടെ മുമ്പിലില്ലാത്തത് കൊണ്ട് കർത്താവ് ആമേൻ ഈ വൃക്ഷങ്ങളെ, ചെടികളെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ നിന്നും അതതു തരം വൃക്ഷങ്ങൾ ഉളവായി വരട്ടെ. എവിടെ നിന്നാ? ഫ്രം ദ ഗ്രൗണ്ട്. ഭൂമിയിൽ നിന്നും അതത് തരം വൃക്ഷങ്ങൾ ഉണ്ടായി വരട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തി. ദൈവം ഭൂമിയെ നോക്കിയിട്ട് ഭൂമിയിൽ നിന്ന്, നിലത്ത് നിന്ന് ഉണ്ടായി വരട്ടെ. പിന്നെ കർത്താവ് പറഞ്ഞു ആകാശത്തെ നോക്കി, ആകാശത്ത് നിന്ന്, ആമേൻ, ആകാശവിധാനത്തിൽ പറക്കാൻ പറവകൾ ഉണ്ടായി വരട്ടെ. സമുദ്രത്തെ നോക്കി ദൈവം പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് അതത് തരം മത്സ്യങ്ങൾ ഉണ്ടായി വരട്ടെ. എല്ലാരും കേട്ടോടെ ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. വൃക്ഷങ്ങളെ ദൈവം എവിടെ നിന്നുണ്ടായി വരാനാ പറഞ്ഞേ? കാര്യം വൃക്ഷങ്ങളുടെ നിലനിൽപ്പ് ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ആണോ അല്ലയോ? എപ്പോൾ വൃക്ഷവും ഭൂമിയും തമ്മിലുള്ള കണക്ഷൻ കട്ടാകുന്നോ തീർന്നു. ആകാശത്തിൽ വിരഹിക്കേണ്ട, അല്ലെങ്കിൽ ആകാശത്ത് പറക്കേണ്ടുന്ന പക്ഷികളുടെ ആകാശവുമായിട്ടുള്ള കണക്ഷൻ വിട്ടാൽ എന്താ സംഭവിക്കുന്നറിയോ? ഇനി കൂട്ടിലടക്കപ്പെട്ട തത്തയെ കണ്ടിട്ടുണ്ടോ? ജീവനുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? പക്ഷെ അതിന് തത്തയോട് ചോദിക്കണം. തത്ത പറയും പഴവും പാലും ഒക്കെ തരുന്നുണ്ട്, പക്ഷെ സത്യത്തിൽ മരിച്ചവനെ പോവില്ല. കാര്യം എന്താണെന്നറിയോ? എന്നെ കൂട്ടിലടയ്ക്കാനല്ല ദൈവം സൃഷ്ടിച്ച്, ആകാശത്ത് പറക്കാനാണ്. ഇങ്ങനെയുള്ളൊരു സംഭവം. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അവൻ മത്സ്യങ്ങളോട് ചോദിക്കും, മത്സ്യത്തെ ഉണ്ടാക്കി തരുന്നറിയോ? വെള്ളത്തിൽ നിന്നാ. അതുകൊണ്ട് മത്സ്യത്തിന് നിങ്ങൾ എത്ര നല്ല AC റൂം ഉണ്ടാക്കി കൊടുത്താലും മത്സ്യത്തിന് വേണ്ടത് AC റൂം അല്ല. മത്സ്യം പറയും എനിക്ക് വെള്ളം മതി. കാര്യം വെള്ളവുമായിട്ടുള്ള കണക്ഷൻ കട്ടായാൽ എനിക്ക് മരണമാണ്. അപ്പോൾ നിലത്ത് നിന്നുള്ള കണക്ഷൻ, മരങ്ങൾ
മരങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ മരണം സംഭവിക്കും. ആമേൻ. ആകാശവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് പറവകൾക്ക് മരണം സംഭവിക്കും. വെള്ളവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടാൽ മത്സ്യങ്ങൾക്ക് മരണം സംഭവിക്കും. ഇനി എന്റെ ചോദ്യം, നമ്മൾ എവിടെ നശിപ്പിക്കപ്പെട്ടറിയാം? ദൈവം പറഞ്ഞു, വരുവിൻ, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പകൽ മണ്ണിൽ നിന്ന് മണ്ണിനെ കൊണ്ട് മെത്തേഡ് മീൻസ് ആണ് മണ്ണ് കേട്ടോ, മീൻസ് ആണ് മണ്ണ്. പക്ഷെ നമ്മുടെ നമ്മുടെ അകത്തെ നമ്മുടെ അകത്തെ ആത്മാവ് വന്ന ദൈവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് മനുഷ്യൻ എല്ലാവർക്കും ഈ ദൈവത്തിന്റെ ആഗ്രഹം ഉണ്ടായി. എന്ത്? എന്നേക്കും തെറ്റൊന്നുമല്ല, നല്ല ആഗ്രഹമാണ് എന്നേക്കോ ജീവിച്ചിരിക്കേണ്ടത്. പക്ഷേ അതിന് മനുഷ്യൻ തെരഞ്ഞെടുത്ത വഴി തെറ്റായപ്പോൾ സാക്ഷാൽ വഴിയായ ക്രിസ്തു ഇന്ന് പകൽ നമ്മോട് പറയുന്നു, ഞാൻ മരണം ആസ്വദിച്ചത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടി. ഇന്ന് പകൽ ആമേൻ സ്തോത്രം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ അകൽച്ചയാണ് നമ്മുടെ മരണമെന്ന് ഒരിക്കൽ കൂടെ അറിഞ്ഞ് നമ്മൾ പറയുന്നു, ഇല്ല കർത്താവേ, അങ്ങിൽ നിന്ന് വേർപിരിപ്പാൻ അവൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ അതിലൂടെ ജീവന്റെ ആവരിപ്പാൻ ഇടയാകട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. യേശു നമ്മുടെ സാഹചര്യത്തെക്കാൾ വലിയവനാണ്, പ്രതിസന്ധികളെക്കാൾ വലിയവനാണ്, പാപത്തെക്കാൾ വലിയവനാണ്, മരണത്തെക്കാൾ വലിയവനാണ്, പാതാളത്തെക്കാൾ വലിയവനാണ്, പിശാചിനേക്കാൾ വലിയവനാണ്. ഇന്ന് പകൽ ഇതിനകത്ത് ജീവന്റെ തുടിപ്പുകൾ, ജീവന്റെ തുടിപ്പുകൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി യേശുവിന്റെ ജീവൻ ചലിക്കുന്നവർക്ക് ആ ജീവന്റെ ശുശ്രൂഷകൾ പ്രസംഗത്തിന്റെ കാര്യമല്ലേ പറയുന്നത്, ജീവന്റെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പകരും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ആ ജീവന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ആമേൻ. ആരും പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് സത്യത്തിൽ തിരിച്ചറിയുന്നത് ജീവനാണ്. ജീവനാണ്. ആരുടെ ജീവനാണ്? യേശുവിന്റെ ജീവനാണ്. ഇന്ന് പകൽ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ജീവന്റെ പരിജ്ഞാനത്തിൽ നടക്കാനൊന്ന് സമർപ്പിക്കുമോ? ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. ഈ വചനത്തിന്റെ സന്ദേശം നമ്മുടെ അകത്ത് അവൻ ആത്മമനുഷ്യന്റെ പുത്രൻ ബലമായി തീരട്ടെ. മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായി നമ്മളെ വിടുവിച്ചു എന്ന് പറയുമ്പോ ആ വിടുതലിന്റെ സമ്പൂർണ്ണത എവിടെ നമ്മൾ കാണുന്നറിയോ? ഞാൻ എന്നെ ക്രിസ്തുവിൽ കാണുമ്പോൾ, ക്രിസ്തുവിനെ ഞാൻ എന്നിൽ കാണുമ്പോ. പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, കർത്താവുമായി ചേർന്നിരിക്കുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ജീവനായിട്ട് നയിപ്പിച്ചു കൊടുക്കുക. ഒരുപക്ഷെ ജീവന്റെ തുടിപ്പുകളില്ലാത്ത സാഹചര്യങ്ങളെ നോക്കി സാക്ഷാൽ ജീവനായ കർത്താവിനെ, ആ കർത്താവിന്റെ വചനത്തെ, കർത്താവിന്റെ ശക്തിയെ, കർത്താവിന്റെ നാമത്തെ പ്രഘോഷിക്കാൻ എത്ര പേര് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കും. ഇത് തുടർമാനമായ ഒരു പ്രക്രിയ കേട്ടോ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ, ഒരുപക്ഷെ നാളെ വലിയ സാഹചര്യങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ ഇന്ന് പകലിൽ ആമേൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെയും ഞാൻ നിങ്ങളെയും അവൻ ഒരുമിച്ച് പ്രബോധിപ്പിക്കുന്നത് അവിടെ എല്ലാം ക്രിസ്തുവിന്റെ ജീവൻ ചെലിപ്പാൻ ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ വെച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ ചലിക്കട്ടെ, കുടുംബങ്ങളിൽ ജീവൻ ചലിക്കട്ടെ, വ്യക്തികളിൽ ജീവൻ ചലിക്കട്ടെ, ആത്മീയ മേഖലയിൽ ജീവൻ ചലിക്കട്ടെ. അമ്മേ പിശാചിന്റെ ആധിപത്യങ്ങളുടെ മേൽ ജയം ചലിക്കട്ടെ. ഇന്ന് പകൽ സൗഖ്യം ചലിക്കട്ടെ, ആരോഗ്യം ചലിക്കട്ടെ, സാധാരണമായി ദൈവകൃപ ചലിക്കട്ടെ. ദൈവമാവിൽ ശക്തിയോടെ എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ വചന വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ചലിപ്പിച്ചെഴുന്നേൽക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. There is an exchange took place at cross, that he took our death, and because of his death that we are enjoying and we are tasting the real life. ഇന്ന് പകലിൽ അവൻ പരിശുദ്ധാത്മാവിന്റെ അവൻ ശുശ്രൂഷകൾക്കായി ചിലതൊക്കെ പ്രൂണിങ് നടക്കുന്നത്, ചിലതൊക്കെ കർത്താവ് വെട്ടിയൊരുക്കുന്നത്, അത് മരിക്കാനല്ല, അത് മരണമല്ല, അത് ആർപ്പോടെ തളർക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തരുന്ന പ്രേരണ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ. ജീവിതത്തിന്റെ
പ്രയാസമേറിയ സാഹചര്യങ്ങളോടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് മകൾ കേട്ടുകൊള്ളുക. ആമേൻ, സ്തോത്രം, സ്തോത്രം. അത് ആമേൻ ദൈവത്തിന്റെ തളർപ്പ്, ദൈവത്തിന്റെ ആമേൻ സ്തോത്രം ജീവന്റെ തളർപ്പ് എന്നിൽ ഉണ്ടാകേണ്ടത്, നിങ്ങൾ ഉണ്ടാകേണ്ടതിന് ഇന്ന് മകൾ ക്രിസ്തുവിന്റെ ആമേൻ 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 ജീവൻ. നിങ്ങൾ ആമേൻ പിശാചിന്റെ ആഗ്രഹങ്ങളോ അവൻ മോഷ്ടിക്കും, അവൻ 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 മോഷ്ടിക്കും, അവൻ അറുക്കും, അവൻ മുടിക്കും. അതാണ് അവന്റെ that's his profession. പക്ഷേ യേശുവിന്റെ പ്രൊഫഷൻ അറിയോ? ജീവൻ നൽകും, ജീവൻ നൽകും, ജീവൻ നൽകും, സമൃദ്ധിയായ ജീവൻ നൽകും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് വീണ്ടും ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ he is interceding, he intercedes for us. അത് ഹല്ലേലൂയ, നമ്മെ പോലുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഒരാൾ ഈ ഇത്രയും നാളിന്റെ സ്റ്റേഡിയം ഓർത്ത് വയ്ക്കേ അതിന്റെ കാര്യം എന്നറിയോ? യേശുവിന്റെ ക്രൂശിനെ യേശു ഒരിക്കലും ഇൻവാലിഡ് ചെയ്യില്ല. അതിന്റെ വില എന്താണെന്ന് തനിക്കറിയാം, അതിനാണ് അനുഭവിച്ച കസ്റ്റമറിയാം. ഇന്ന് പകൽ ആ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിനെ സമർപ്പിച്ചു. കർത്താവേ, എന്നെ കൊണ്ട് അങ്ങനെ ഇടപെടലുകളായി സ്തോത്രം, ഉദ്ദേശത്തിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിച്ച് വഴിതെറ്റിപ്പോയ ആ കുഞ്ഞാടെ നീ ഇപ്പൊ എവിടാ? ഞാനിപ്പോ ഇടയന്റെ തോളില്ല. ബാക്കിയെല്ലാരും എന്ത് ചെയ്യേ? ബാക്കി എല്ലാവരും പക്ഷെ ഞാൻ ഇവൻ നാളെ മലപ്പുറം തെറ്റിപ്പോവും. തെറ്റിപ്പോയപ്പോ എന്നെ തോളത്തെടുത്ത് ഇടയൻ അബ്രഹാമിനോട് ചോദിച്ചു, നീ ഇപ്പൊ എവിടാ? ഞാനിപ്പോ എന്റെ യജമാനത്തിയുടെ കയ്യിലാണ്. ദൂതത്തോട് ചോദിച്ചു, നീ ഇപ്പൊ എവിടാ? എന്റെ അപ്പന്റെ കൈക്കുള്ളില. This is life. ഇതാ ജീവൻ, ഇതാ ജീവൻ. നിങ്ങൾ എത്ര പേര് we are not better or worse than this. ഈ മുടിയനായ പുത്രനേക്കാൾ വേഴ്സ് അല്ല നമ്മൾ, ബെറ്ററും അല്ല. നഷ്ടപ്പെട്ട ദ്രവ്യമേക്കാൾ വേഴ്സും അല്ല, ബെറ്ററും അല്ല. ലോസ്റ്റ് ഷീപ്പ്, നഷ്ടപ്പെട്ട ആടിനേക്കാൾ വേഴ്സ് അല്ല നമ്മൾ, ബെറ്ററും അല്ല. വി ആർ ഓൾ ഇൻ ദ സെയിം ബോട്ട്. പക്ഷെ എല്ലാവരും ആ വെളിപ്പാടെന്ന് കണ്ടാട്ടെ. ഇടയിന്റെ തോളിൽ ഇരിക്കുന്ന ആടും യജമാനത്തിൽ ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന ദ്രവ്യയും അപ്പന്റെ കയ്യിലിരിക്കുന്ന കൈക്കുള്ളിലിരിക്കുന്ന മകന് സെപ്പറേഷൻ ആണോ ജോയിനിങ് ആണോ? ജോയിനിങ്. ഇതാ ലൈഫ്, ഇതാ യേശുവിന്റെ ലൈഫ്. ഇരിക്കുന്ന എല്ലാവരും ഈ മീറ്റിംഗ് ഇപ്പൊ തീരും, പക്ഷെ ഈ വെളിപ്പാട് നിങ്ങളെ നിത്യതയിൽ കൊണ്ടെത്തിക്കും. തോളത്തെടുത്ത് വെച്ച ഇടയന്റെ തോളിൽ അമർന്നിരിക്കുന്ന പോലെ ഇരിക്കാൻ നമ്മൾ തയ്യാറെങ്കിൽ, മസ്തികയുടെ കയ്യിൽ താണിരിക്കുന്ന ബ്രഹ്മയെ പോലെ താഴ്ന്നിരിപ്പാൻ തയ്യാറെങ്കിൽ, അപ്പൻ്റെ കൈക്കിടിൽ ഏറ്റവും സുരക്ഷിത സ്ഥലത്താണ് ഞാൻ മറ്റേത് സ്ഥലത്തെ കടന്ന് തിരിച്ചറിഞ്ഞ മകൻ. അതാണെങ്കിൽ Christian life is not a burden, but a celebration. Thank you, Lord.